ഓം ശാന്തി. പ്രഭാതം മുരളി. ഡേറ്റ് 25/3/2019. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ തും റോയൽ കുൽ കെ റോയൽ സ്റ്റുഡൻറ്റ് ഹോ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ റോയൽ കുലത്തിലെ റോയൽ വിദ്യാർത്ഥികളാണ്. തുമാരി ചലൻ ബഹുത് റോയൽ ഹോനി ചാഹിയേ. നിങ്ങളുടെ നടപ്പ് വളരെ രാജകീയമായിരിക്കണം. തബ്ഹി ബാബ്കാ ഷോ കർ സക്കേംഗെ. എന്നാലേ ബാബയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രശ്ന: വിനാശ് കെ സമയ അന്തിം പേപ്പർ മേ പാസ് കൗൻ ഹോഗാ. വിനാശ സമയത്തിൽ അന്തിമ പേപ്പറിൽ ആരാണ് പാസ്സാവുക? ഉസ്കെ ലിയേ പുരുഷാർത്ഥ് ക്യാ ഹെ. അതിലേക്കുള്ള പുരുഷാർത്ഥം എന്താണ്? ഉത്തർ: अंतिम पेपर में पास वही हो सकता जिसे बाप के सिवाय पुरानी दुनिया की कोई भी चीज़ याद न आए. याद आई तो फेल. ആരിലാണോ ഒരു ബാബയുടെ ഓർമ്മ കൂടാതെ ഈ പഴയ ലോകത്തിൻ്റെ യാതൊരു വസ്തുവിൻ്റെയും ഓർമ്മ ഇല്ലാതിരിക്കുന്നത്, അത്തരത്തിലുള്ള കുട്ടികളാണ് അന്തിമ സമയത്തിലെ പേപ്പറിൽ പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള വസ്തുക്കളുടെ ഓർമ്മ വന്നു എങ്കിൽ അവർ തോൽക്കുന്നു. ഇസ്കെ ലിയേ ബേഹദ് കി സാരി ദുനിയാ സെ മമത് നിക്കൽ ജായേ. ഇതിനു വേണ്ടി പരിധിയില്ലാത്ത ഈ പഴയ ലോകത്തോടുള്ള മമത ഇല്ലാതാക്കണം. ബായി ബായിക്ക് പക്കി അവസ്ഥ ഹോ. ആത്മ സഹോദരങ്ങളാണ് എന്ന ഉറച്ച അവസ്ഥ ഉണ്ടാകണം. ദേഹാഭിമാൻ ടൂട്ടാ ഹുവാ ഹോ. ദേഹാഭിമാനത്തെ ഇല്ലാതാക്കണം. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: 1. अंत समय में पास होने के लिए इस शरीर और पुरानी दुनिया से उपराम रहना. അന്തിമ സമയത്തിൽ പാസ്സാകുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഉപരാമനായിരിക്കണം. കിസി ബി ചീസ് മേ ആസക്തി നഹി രഖ്നി ഹെ. ഏതൊരു വസ്തുവിനോടും താല്പര്യം ഉണ്ടായിരിക്കരുത്. ബുദ്ധി മേ രഹേ കി അബ് ഹം ട്രാൻസ്ഫർ ഹുയി കി ഹുയി. ബുദ്ധിയിൽ വ്യക്തമായിരിക്കണം, ഈ സമയം നാം ട്രാൻസ്ഫർ ആവുകയാണ്. 2. बहुत धैर्य और प्यार से सबको दो बाप का परिचय देना. വളരെ ധൈര്യത്തോടും സ്നേഹത്തോടും കൂടി രണ്ടച്ഛൻ്റെ പരിചയം സർവർക്കും നൽകണം. ജ്ഞാൻ രത്നോ സെ ജോലി ഭർക്കർ ദാൻ ദേനാ ഹെ. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് ബുദ്ധിരൂപി സഞ്ചിയെ നിറച്ച് ദാനം ചെയ്യണം. കാണ്ടോ കോ ഫൂൽ ബനാനെ കി സേവ ജറൂർ കർണി ഹെ. മുള്ളുകളെ പൂക്കളാക്കുവാനുള്ള സേവനം ചെയ്യണം. വരദാൻ: सेवा के उमंग उत्साह द्वारा सेफ्टी का अनुभव करने वाले माया जीत भव. സേവയുടെ ഉണർവുത്സാഹത്തിലൂടെ സുരക്ഷിതത്വത്തിൻ്റെ അനുഭവം ചെയ്യുന്ന മായാ ജീത്തായി ഭവിക്കൂ. വിശദീകരണം: जो बच्चे स्थूल काम के साथ साथ रूहानी सेवा के लिए भागते हैं. ഏതു കുട്ടികളാണോ സ്ഥൂല ജോലിക്കൊപ്പം തന്നെ ആത്മീയ സേവനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, എവരടി रहते तो ये सेवा का उमंग उत्साह भी सेफ्टी का साधन बन जाता. എപ്പോഴും എവരടി ആയിരിക്കുന്നത് ആ ഒരു സേവനത്തിൻ്റെ ഉണർവുത്സാഹം തന്നെ അവർക്ക് സുരക്ഷാ കവചമായി മാറുന്നു. जो सेवा में लगे रहते वो माया से बचे रहते. അതായത് ആരാണോ ആത്മീയ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത് അവരെപ്പോഴും മായയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും. മായാ ഭി ദേഖ്തി കി ഇനോ കോ ഫുർസത്ത് നഹി ഹെ. കാരണം മായയും അവരെ ശ്രദ്ധിക്കാറുണ്ട്. അതായത് അവരൊരിക്കലും ഒഴിവായി ഇരിക്കാറില്ല, അതായത് ഫ്രീ ആയി ഇരിക്കാറില്ല. വോ ബി വാപ്പസ് ചലി ജാത്തെ. എപ്പോഴും തിരക്കിലായിരിക്കുന്നവരെ കാണുമ്പോൾ മായ മടങ്ങിപ്പോകുന്നു. ജിൻ ബച്ചോ കാ ബാപ്പ് ഓർ സേവാ സെ പ്യാർ ഹെ ഉन्हें എക്സ്ട്രാ ഹിമ്മത്ത് കി മദദ് മിൽത്തി ഹെ. ഏത് മക്കളിലാണോ ബാബ പിന്നീട് ബാബയുടെ സേവനത്തോട് താല്പര്യം അഥവാ സ്നേഹമുണ്ടാകുന്നത്
അവർക്ക് എക്സ്ട്രാ ധൈര്യത്തിൻ്റെ സഹയോഗം ലഭിക്കുന്നു. ജിസ്സേ സഹജി മായാജീത് ബൻ ജാത്തി ഹെ. അതുകൊണ്ട് തന്നെ അവർ എളുപ്പമായി മായയെ ജയിക്കുന്ന മായാജീതരായി തീരുന്നു. स्लोगन: ज्ञान और योग को अपने जीवन की नेचर बना लो तो पुरानी नेचर बदल जाएगी. ജ്ഞാനത്തെയും യോഗത്തെയും തൻ്റെ സ്വാഭാവിക സ്വഭാവമാക്കുക. അപ്പോൾ തൻ്റെ എല്ലാ പഴയ സ്വഭാവങ്ങളും പരിവർത്തനപ്പെടും. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. ओम शांति.